ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പരവൂർ കാവേരി എലിഫൻറ്റ് പാർക്കിലാണ്. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് വലിയവർക്ക് 100 രൂപയും കൊച്ചു പിള്ളേർക്ക് 50 രൂപയൊക്കെയാണ്. നമ്മളപ്പോൾ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ ഒരു കൊച്ചു പാർക്കുണ്ട്. അതാണിപ്പോൾ നിങ്ങളിവിടെ കാണുന്നത്. അതിനകത്ത് ഞാൻ ഇരിക്കുന്നു, ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ കണ്ടൊരു കണ്ണാടി മുകളിൽ വെച്ച് എന്തോ കോലോ അതോ ചേട്ടൻ തേക്കുന്നു. അവിടെ ഒരു കൊച്ചു പാർക്കിനകത്ത് പപ്പയും ചേട്ടൻ നന്നായിട്ട് ഊഞ്ഞാലാടുന്നുണ്ട്. പിന്നെ ഞാൻ ആട്ടി കൊടുത്തു ചെറുക്കന്. ഗായ്സ്, അവിടെ ഒരു അപ്പൂപ്പൻ തോട്ടയും പിടിച്ചോണ്ട് മീൻ പിടിക്കാതിരിക്കുന്നത്. കുറേ മീനുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാനാണെങ്കിൽ കുറേ തട്ടൊക്കെ തട്ടി മീനൊക്കെ പേടിപ്പിച്ചിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഒരു ഫിഷ് ടാങ്ക് ഒഴിച്ച് വേറെ ഒരു കിണർ പോലത്തെ ഒരു ചെറിയ സംഭവമുണ്ട്. ആ സംഭവത്തിനകത്തെ 3-4 മീനൊക്കെ അവർ വലുത് അയിലയും ചൂരയൊക്കെ കൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മീനുകളെ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ കുറേ നമ്മുടെ ആനയെ പിന്നെ ഒട്ടകത്തിനൊക്കെ കണ്ടായിരുന്നു. ആനയുടെ ഈ അപ്പൂപ്പന് ഒരു പേടിയില്ല കേട്ടോ. ഇത് ആനയെ കുളിപ്പിച്ചുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒരു ആന അങ്ങ് അഴിച്ചുകൊണ്ട് പോയി. പിന്നെ ആണെങ്കിൽ നമ്മളുടെ ഒട്ടകമാണെങ്കിൽ ഒരേട്ടം മമ്മിയെ പേടിപ്പിച്ച് എണീറ്റങ്ങ് വന്ന്. നമ്മൾ പിന്നെ എന്തോ ചെയ്യാൻ, മമ്മി ബാക്കിൽ നിന്ന് പേടിച്ച് വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നു. നമ്മളുടെ ഇതാണ് നമ്മൾ കാണുന്ന ആനക്കുഞ്ഞ്. അത് സ്വയം ഓസൊക്കെ എടുത്ത് ഒരങ്കിളുമായി വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോയി. നേരെ ഇരിക്കുന്ന നമ്മുടെ ക്യാമല്. അത് കണ്ടോ, ഇപ്പം മമ്മിയുടെ നേരെ എണീറ്റ് വന്നതായിരുന്നു. മമ്മി അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. മമ്മി പറയാൻ പെട്ടല്ലോ. ഈ ഒട്ടകമാണെങ്കിൽ അവിടെ കിടന്ന് ഫുഡൊക്കെ കഴിക്കുന്നു. പക്ഷെ വായും കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് എന്തിന് വായാന്ന് എന്തോ പല്ലൊന്നും തേക്കത്തില്ല ഇത്. അപ്പോൾ ഞങ്ങൾ ബേഡ്സിൻ്റെ സെക്ഷനിലോട്ട് വന്നു. അപ്പോൾ ആദ്യം ഞങ്ങൾ കണ്ടത് ഈ ഡക്കിൻ്റെ ശരിക്കുള്ള പേര് കഴുക ഡക്ക്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഇച്ചിരി കൂടെ അങ്ങോട്ട് പോയപ്പോൾ ഡക്കിനെയൊക്കെ കണ്ടിട്ട് അരോഗ്യത്തിനെയും ഡോക്കിനെയും കണ്ടു. ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് കുഞ്ഞൻ കോഴിയാണ്. ഏതായാലും പൂവൻകോഴി തന്നെ. എൻ്റെ മോനെ, ഇതെന്തുകൂടെ വെള്ള കളർ പൂവൻകോഴി ഗായ്സ്. അപ്പോൾ ഇനിയായിട്ട് നമ്മൾ കുറച്ചും കൂടെ നടന്നു പോയപ്പം ഇപ്പം നമ്മളൊരു കോഴിക്കുഞ്ഞുങ്ങളെ കണ്ടില്ല. അതിൻ്റെ തൊട്ട് താഴെ കുറേ എലിക്കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. പാവമായിരുന്നു. റാബിറ്റ് ഇതൊക്കെ ഉണ്ട്. പിന്നെ മേളിൽ കുറേ പ്രാവും അതുമൊക്കെ ഞാൻ തൊടാൻ ചെന്നപ്പോൾ എൻ്റെ കൈ കൊത്തണ്ടായിരുന്നു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ട്. ഈ തലനീണ്ട ജീവിയാണ് നമ്മുടെ എമു. അപ്പോൾ അതിൻ്റെ അടുത്തോട്ട് ചെന്നപ്പോൾ തല മിക്കവാറും കൊത്തിയാന്നേ. അപ്പോൾ പറയാം കുപ്പിയെടുത്ത് വായി വെച്ച് കൊടുക്കുക. കൈ കൊത്തും. മിക്കവാറും തല ഗേറ്റിൻ്റെ പുറത്ത് മേളിൽ കൂടി ഇട്ടിട്ടേ തല കൊത്തിയെടുക്കും. ഇതാണ് നമ്മുടെ ഒട്ടക പക്ഷി. പാവം, ഒരിടത്ത് അടങ്ങാതിരിക്കുമോ. പിന്നെ ഇതും കുഞ്ഞും കോഴി. ഇതിനകത്ത് എത്ര മുട്ട എടുക്കരുത്. ഇതെങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏതോ മൃഗശാല എങ്ങാണ്ടാണ്. ഇതിനകത്ത് കുറേ കോഴികളും കുറേ ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ എന്തോ അതിൻ്റെ പേര് ആർക്കറിയാം. ഇതിനെ കണ്ടിട്ട് വല്ലാത്തൊരു നിറം, പേടിയായിട്ട് വയ്യ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ അയ്യോ സീൻ. എൻ്റെ മോനെ, ഇതെന്തുവാടെ? ആണോ? ഈ ആൺപിള്ളേർ മുടി ചിരട്ട പോലെ ഇട്ടേക്കുന്നത് പോലെ ഉണ്ട്. ഇതെന്തുവാ? നമ്മുടെ ഓന്ത്. ഇത് കണ്ട് നമ്മളുടെ ഓറഞ്ച് ഓന്തുണ്ട്. നമ്മളുടെ ഇതൊക്കെ നമ്മളെത്തുമ്പോൾ എന്താണെന്ന് നിറം മാറാത്തത്. ഇതാണ് നമ്മുടെ പൂവൻകോഴി. ഇതിനകത്തൊന്നും മുട്ടയില്ല കേട്ടോ. സന്തോഷം. നമ്മുടെ കറക്കി. ഇതെന്തു ഇതിൻ്റെ ചുണ്ടൊക്കെ താന്ന് കിടക്കുന്നേ. ടർക്കി. ഞാൻ നടന്നു പോന്നു. പിന്നെ ഒരു വെള്ള ടർക്കി ഉണ്ട്. ഈ വെള്ള ടർക്കിയുടെ കൂടെ വേറൊരു കറുത്ത ടർക്കിയൊക്കെ ഉണ്ട് വെച്ചിട്ടുണ്ട് കേട്ടാ. അവിടെ ഫുഡൊക്കെ കിടപ്പുണ്ട്. ഇത് കണ്ടോ, നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ. ഇവിടെ കുറേ കോഴിയുണ്ട്. ഇതിനെയൊക്കെ കയ്യിലെടുക്കാം. ഒരു കൈ തരും. പാരറ്റാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ ആടുകൾ. അപ്പം ഈ ആട് ഭയങ്കരമാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മുടെ അടുത്തോട്ട് വന്നപ്പോഴേ ചെന്താണ്ട കോക്കോ എന്ന് പറഞ്ഞ് ആട്ടിൻകുട്ടികളുടെ സൗണ്ടിൽ പറയുകയാണ്. അപ്പോൾ നമ്മളുടെ അപ്പുറത്ത് ഈ കൊമ്പഴാടിനെ കണ്ടാൽ കുത്താൻ വരും നമ്മളെ. ചേട്ടനാണെങ്കിൽ കുറേ പ്ലാവിലയും കുറേ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നും അറിയാം. അപ്പോൾ കുറച്ച് മുയലൊക്കെ അവിടെ ഉണ്ടായിരുന്നു.
അപ്പോൾ ആട്ടിൻകുട്ടിയെ ഞാൻ കണ്ടപ്പോൾ അത് പാവാന്ന് വിചാരിച്ച് വെച്ച് ഞാൻ കുറച്ച് ഇലയൊക്കെ കൊണ്ട് കൊടുത്തു. ആ കറുത്ത ആട്ടിൻകുട്ടി നല്ല രസം കാണാൻ, ക്യൂട്ട് കൊച്ചുങ്ങട. അപ്പോൾ ഓരോന്ന് അവിടെ ഒറ്റയ്ക്ക് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനും കൂടെ അങ്ങോട്ട് കൊടുത്തു പോകാൻ നേരത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിരിക്കണേ.